ഹായ്, ഞാൻ വിജയലക്ഷ്മി. വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ R4V ഗാർഡൻ. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ചുവന്ന അഗസ്തി മരത്തിനെ കുറിച്ചുള്ളതാണ്. ചുവന്ന അഗസ്തി മരം നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും അതിൻ്റെ കീടനിയന്ത്രണ മാർഗ്ഗങ്ങൾ എങ്ങനെയൊക്കെയാണെന്നും ഒരു ചെറിയ ചെടി നമ്മൾ വളർത്തിയെടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നെല്ലാമാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പങ്കുവയ്ക്കുന്നത്. കൃഷി സ്നേഹിക്കുന്നതിൻ്റെ എല്ലാ കൂട്ടുകാരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായും കാണാൻ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ തന്നെ അഗസ്തി ചെടിയെ വീട്ടിൽ വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. ഇതെൻ്റെ ടെറസ് ഗാർഡനാണ്. ടെറസ് ഗാർഡനിൽ 2 വലിയ ഗ്രോ ബാഗിലായിട്ടാണ് ഞാൻ ഈ അഗസ്തി മരത്തെ വെച്ചിരിക്കുന്നത്. ഇത് ചുവന്ന അഗസ്തി മരമാണ്. ചുവപ്പായാലും വെള്ളയായാലും നമുക്ക് ഗ്രോ ബാഗിലും ചാക്കിലും പ്ലാസ്റ്റിക് കണ്ടെയ്നറിലും ഒക്കെ നട്ടെടുക്കാൻ സാധിക്കുന്നതാണ്. വെള്ള അഗസ്തി മരം ആകുമ്പോൾ നമുക്കൊരു ഡിസംബറൊക്കെ ആകുമ്പോഴേ അത് പൂക്കത്തുള്ളൂ. എന്നിട്ടതൊരു ജനുവരി ഫെബ്രുവരി ഒക്കെ ആകുമ്പോഴെല്ലാം പൂത്ത് കഴിയും. ചുവന്ന അഗസ്തി മരം നമ്മൾ നടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വർഷം മുഴുവനും വിളവെടുക്കാനായിട്ട് സാധിക്കും. അഗസ്തി ചീര വളരെയധികം ഔഷധ ഗുണങ്ങളുള്ള ഒന്നാണ്. വൈറ്റമിൻ ബിയും വൈറ്റമിൻ എയും ഒക്കെ റിച്ച് ആയിട്ടുള്ളതാണ്. കൂടാതെ ഇതിൻ്റെ ഇലകളിലൊക്കെ തന്നെ കാൽഷ്യം ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാ ഭാഗവും കഴിക്കാനായിട്ട് വളരെയധികം നല്ലതാണ്. ചുവന്ന അഗസ്തി മരത്തിൻ്റെ തൈകൾ നമുക്ക് കടയിൽ നിന്ന് വാങ്ങാവുന്നതാണ്. ഒരു തൈക്ക് 100 മുതൽ 125 രൂപ കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടും വാങ്ങാനായിട്ട്. പൂത്ത് നിൽക്കുന്ന തൈകൾ തന്നെയായിരിക്കും അത് നമുക്ക് വീട്ടിൽ കൊണ്ടുവന്ന് നടാവുന്നതാണ്. കാരണം വിത്ത് വാങ്ങി നടുമ്പോൾ പലതും ചുവപ്പല്ലായിരിക്കും, വെള്ളയായിരിക്കും പൂത്ത് വരുമ്പോഴത്തേക്കും. ഈ ചുവന്ന അഗസ്തി മരത്തിൻ്റെ ഇലകൾ നോക്കിയാൽ അറിയാൻ പറ്റും. അതിൻ്റെ പച്ച ഇലകളിൽ ചുവന്ന തണ്ടാണുള്ളത്. വെള്ളയിൽ വന്നിട്ട് പച്ച തന്നെയായിരിക്കും. നഴ്സറിയിൽ നിന്ന് വാങ്ങിയ തൈകളെ നമുക്ക് കുമ്മായിട്ട് ട്രീറ്റ് ചെയ്ത മണ്ണിൽ വേണം നടാനായിട്ട്. അതിൽ നമുക്ക് അടിവളമായി ചാണകമോ ആട്ടിൻ വളമോ കമ്പോസ്റ്റോ ഒക്കെ തന്നെ ചേർക്കാവുന്നതാണ്. അതിലേക്ക് നമുക്ക് വാങ്ങി വെച്ചിരിക്കുന്ന തൈകളിനെ നട്ടുകൊടുക്കാവുന്നതാണ്. അതിൻ്റെ കൂടെ തന്നെ ഒരു പിടി വേപ്പിൻ പിണ്ണാക്കും എല്ലുപൊടിയും കൂടി ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വളർച്ച വേഗത്തിലായിരിക്കും. മണ്ണൊരുക്കുമ്പോൾ തീർച്ചയായിട്ടും അതിൽ കുമ്മായം നമ്മൾ ചേർത്തിരിക്കണം. പിന്നെ നമുക്ക് ചാരവും വളരെ കുറഞ്ഞ അളവിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് മറക്കാതെ ഇത് ചേർത്തിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് നല്ല രീതിയിലുള്ള വിളവ് കിട്ടത്തുള്ളൂ. ഇതിൻ്റെ വളപ്രയോഗം എന്ന് പറയുമ്പോൾ നമ്മുടെ കയ്യിൽ എന്തൊക്കെ വളങ്ങളാണുള്ളത് വീട്ടിൽ തയ്യാറാക്കാൻ സാധിക്കുന്നത് അതൊക്കെ തന്നെ നമുക്കിതിൻ്റെ ചുവട്ടിൽ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഒരു ചെറിയ പൊതയിലും കൂടി ഇട്ട് കൊടുക്കണം. കാരണം ഗ്രോ ബാഗിലായതുകൊണ്ട് വളരെ പെട്ടെന്ന് മണ്ണ് ഡ്രൈ ആയി പോകും. കൂടാതെ ഈ ചുവന്ന അഗസ്തി മരം എന്ന് പറയുന്നത് നമുക്ക് വർഷം മുഴുവനും വിളവെടുക്കാൻ സാധിക്കുന്ന ഒന്നാണ്. നമുക്ക് പൂക്കുന്നതിനനുസരിച്ചിട്ട് അതിനെ കട്ട് ചെയ്ത് നമ്മളൊരു പാത്രത്തിൽ അടച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു 5 ദിവസം വരെയൊക്കെ നല്ല ഫ്രഷായിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ ഡെയിലി കളക്ട് ചെയ്യണതനുസരിച്ചിട്ട് നമുക്ക് ഇതേപോലെ സൂക്ഷിച്ച് വെച്ചിട്ട് ഒരുമിച്ച് ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പോൾ അഗസ്തി ചെടി ഒരു കുഞ്ഞു ചെടിയായിരിക്കും നമ്മൾ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കെയറിങ് വളരെയധികം പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം അതിൽ കൂടുതലും പുഴുവിൻ്റെ ശല്യമാണ് കൂടുതൽ. ചിത്രശലഭം വന്ന് മുട്ടയിട്ടിട്ട് അതെല്ലാം തന്നെ നശിപ്പിച്ച് കളയും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത് ഇലയുടെ മുകൾ ഭാഗവും അടിഭാഗവും നമ്മൾ ശ്രദ്ധിക്കണം. കുഞ്ഞു വെള്ള സ്പോട്ട് പോലെ ഇങ്ങനെ മുട്ട ഇങ്ങനെ ഇട്ട് വെച്ചിരിക്കും. അതിനെ നമ്മൾ എടുത്ത് കളയേണ്ടതാണ്. അല്പം വളർന്നു കഴിഞ്ഞാൽ വളരെ കീടശല്യം കുറവാണ്. പിന്നെ നമ്മൾ ഇലകളുടെ മുകൾ ഭാഗത്തും അടിഭാഗത്തും കൈകൊണ്ട് തടവി കഴിഞ്ഞാലിട്ട് പുഴുക്കൾ ഇരിക്കുന്നത് അറിയാൻ പറ്റും. നമ്മൾ ഒറ്റ നോട്ടത്തിൽ നമുക്ക് കാണുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവത്തില്ല. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ ഓരോ ഇലകളും നമ്മൾ നോക്കണം, കൊച്ചു ചെടിയായിരിക്കുമ്പോൾ തന്നെ. കൂടാതെ ഇതിൻ്റെ പുഴുക്കളെല്ലാം തന്നെ നമ്മൾ കൈകൊണ്ട് എടുത്ത് നശിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ചെടികളെ നമുക്ക് നല്ല രീതിയിൽ വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. കൂടാതെ നമുക്ക് വേപ്പെണ്ണ വെള്ളത്തിലെ മിശ്രിതം ചെടികളുടെ ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് കീടങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട്. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലാതെ തന്നെ നമുക്ക് രാവിലെയും വൈകുന്നേരവും ചെടികളുടെ ഇലകളിൽ നോക്കിയിട്ട് അതിൻ്റെ മുകൾ ഭാഗത്തും താഴ്ഭാഗത്തും ഒക്കെ തന്നെ വെള്ള കളറിൽ ചെറിയ കുഞ്ഞി മുട്ടകളായിരിക്കും. അതിൻ്റെ എല്ലാം പെറുക്കി കളയുകയും പുഴുക്കളുണ്ടെങ്കിൽ അതിനെ എടുത്ത് കളയുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കീടനിയന്ത്രണം വേഗത്തിൽ സാധ്യമാകുന്നതാണ്. ഇത്രയൊക്കെ ഒന്ന് വളർന്നു വരുമ്പോൾ പിന്നെ കീടശല്യം വളരെ കുറവാണ്. ചെറിയ പുഴുക്കളൊക്കെ വരുമെന്നുണ്ടെങ്കിലും ആ കുഞ്ഞു ചെടിയായിരിക്കുമ്പോൾ നമുക്കത് വളർത്തിയെടുക്കാൻ സാധിക്കാതായി പോവും. കാരണം ഇലകൾ അത്രയും തന്നെ തിന്ന് നശിപ്പിക്കുന്നതാണ്. ഇത്രയും വളർന്നു കഴിഞ്ഞാൽ ചെറിയ കീടശല്യം വന്നാൽ പോലും ചെടി അതുപോലെ തന്നെ നിലനിൽക്കുന്നതാണ്. അഗസ്തി ചീര കൃഷി എന്ന് പറയുന്നത് ഒരു വരുമാന മാർഗ്ഗം കൂടിയാണ്. നമ്മുടെ ഈ ചെടിയിൽ പൂക്കളൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് പൂക്കൾ നമ്മൾ നിർത്തുകയാണെങ്കിൽ തന്നെ ഇതെല്ലാം തന്നെ വിത്തായി മാറുന്നതാണ്. ഈ വിത്തുകളെല്ലാം തന്നെ നമുക്ക് ഉണങ്ങുമ്പോൾ എടുത്തിട്ട് ഇത് നടുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതൊരു 6 മാസം എത്തുമ്പോഴത്തേക്ക് ഈ ചെടികളൊക്കെ തന്നെ പൂവിട്ട് തുടങ്ങും. അത് എത്ര ചെറിയ കണ്ടെയ്നറിൽ നട്ടാൽ പോലും നമുക്കതിൽ നിന്ന് പൂക്കൾ കിട്ടുന്നതാണ്. ഒരു ചെടിക്ക് നമ്മൾ ഇതുപോലെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 100-125 രൂപ വെച്ച് കിട്ടുന്നതാണ്. യാതൊരുവിധ ജൈവ കീടനാശിനികൾ ഉപയോഗിക്കാതെ ആ ചെടിയെ വളർത്തിയെടുക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് പോലെ നമ്മുടെ ഒരു ശ്രദ്ധ അതിന്മേൽ എപ്പോഴും വേണം. അത് കുഞ്ഞു ചെടിയായിരിക്കുമ്പോൾ വേണം. വളർന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല.
അപ്പോൾ നമുക്ക് പുതിയ ചെടികൾ ഇതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുക എളുപ്പമാണ്. ദിവസം പൂക്കുന്നതുകൊണ്ട് നമുക്കതിൽ നിന്ന് വിത്തുകൾ കിട്ടാനും എളുപ്പമാണ്. ചുവന്ന അഗസ്തിയുടെ സീഡെന്നും പറഞ്ഞ് നമ്മൾ വാങ്ങുന്നതൊന്നും പലപ്പോഴും ചുവന്ന അഗസ്തിയുടെ സീഡല്ല. നമുക്ക് ഇതുപോലൊരു തൈ വാങ്ങിച്ച് നടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ധാരാളം തൈകൾ പുതിയതായിട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. ചെടിയൊന്ന് വളർന്നു വരുന്ന സ്റ്റേജിൽ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. ചെടിയിൽ നിന്ന് വിത്ത് ശേഖരിക്കുമ്പോൾ ചെടിയിൽ നിന്ന് തന്നെ പഴുത്ത് അത് നല്ല ഉണങ്ങി വരുമ്പോൾ നമ്മളതിനെ പറിച്ച് മാറ്റണം. നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം മാത്രം. വിത്ത് ഒരുപാടങ്ങ് ഉണങ്ങി നശിക്കുന്നവരെ വെയിറ്റ് ചെയ്യാൻ പാടില്ല. അകത്തുള്ള വിത്തുകളെല്ലാം തന്നെ ചീത്തയായി പോകുന്നതാണ്. ഈ വിത്ത് പൊട്ടി പുറത്തൊന്നും വരത്തില്ല, അകത്ത് തന്നെ ഇരിക്കുന്നതാണ്. അതുപോലെ തന്നെ വിത്തുകളെ പറിച്ച് വെച്ച് ഉണക്കാൻ ശ്രമിക്കരുത്, അതൊന്നും തന്നെ മുളയ്ക്കത്തില്ല. അഗസ്ത്യ ചീര കൃഷി എന്ന് പറയുന്നത് വളരെ എളുപ്പമുള്ളതാണ്. നമ്മൾ പലരും അതിനു വേണ്ടി ശ്രമിക്കാത്തതുകൊണ്ട് മാത്രമാണ്. പലരും പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് നിറച്ച് പുഴുവാണ് എന്നുള്ള കാര്യമാണ്. ഞാൻ പറയുന്ന ഈ കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ച് നിങ്ങൾ നടുകയാണെന്നുണ്ടെങ്കിൽ ഡെയിലി അതിൻ്റെ ഇലകളൊന്ന് നമ്മൾ നിരീക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ഈ പ്രശ്നത്തിൽ നിന്ന് പരിഹാരം കണ്ടെത്താനായിട്ട് സാധിക്കുന്നതാണ്. നമ്മൾ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ആ സക്സസ്സിലെത്തുന്നതാണ്. കൃഷിയെ സ്നേഹിക്കുന്നതിൻ്റെ എല്ലാ കൂട്ടുകാർക്കും അഗസ്ത്യ ചീര കൃഷിയെക്കുറിച്ചുള്ള ഏകദേശം ഐഡിയ കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കമൻറ്റ് തീർച്ചയായിട്ടും ചെയ്യണം. കൂടാതെ ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലെ പ്രയോജനപ്രദമായിട്ടുള്ള നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം. താങ്ക്